ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ എണീച്ചു. ഒരു ബൈക്ക് സ്റ്റണ്ടിൻ്റെ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ. അതിന് പോകാൻ 120cc മുകളിൽ വണ്ടി വേണമെന്നാണ് പറയുന്നത്. നമ്മൾ 60cc ഉള്ള ഒരു സ്കൂട്ടിയാണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാനാണ് എന്നറിയില്ല കേട്ടോ. പിന്നെ ഈ പാവപ്പെട്ടവർക്കൊന്നിനും പങ്കെടുക്കാൻ പറ്റില്ലല്ലോ, കാരണം എല്ലാത്തിനും അവരുടെ താഴ്ത്തിരിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റൂല. ആകെ കയ്യിലുള്ളത് 100 രൂപയാണ്. ഇതായിട്ട് ഞാൻ എങ്ങനെ പോകാനാണ് എനിക്കറിയില്ല. രാവിലെ എണീച്ചില്ല, ലൊക്കേഷൻ തന്നെ അറിയില്ല. വണ്ടി എടുത്തോക്കട്ടെ, പെട്രോളൊക്കെ ഉണ്ടായ ഭാഗ്യം എന്ന് പറഞ്ഞാൽ വണ്ടി പെട്രോൾ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഈ ടാങ്കാണ് പെട്രോൾ 50 രൂപക്ക് അടിച്ചിട്ട് കഷ്ടിച്ച് ഓടട്ടെ. കണ്ടിപ്പോൾ എന്ത് ചെയ്യാനാ. അങ്ങനെ പോകുമ്പ പെട്രോൾ പമ്പിലേക്ക് പോകാണ്ടിരിക്കുകയാണ്. ഇതിനെ കുറിച്ചൊരു പിടുത്തമില്ല കേട്ടോ. ഡ്രസ്സൊക്കെ കണ്ടിട്ട് കയറ്റിയാൽ മതിയായിരുന്നു കേട്ടോ. ആകെ ഉള്ളതൊരു രസം ഹെൽമെറ്റ് ഉണ്ട്, ഇത് മാത്രമേ ഉണ്ട്. ഇത് സ്വന്തമായിട്ടുള്ളൂ. പിന്നെ ഈ ബൈക്ക് വീടാണെങ്കിൽ വാടക വീടാണ്. അങ്ങനെ ഇപ്പോൾ പെട്രോൾ അടിച്ചപ്പോൾ ഹെൽമെറ്റ് കൂടെ തന്നെ വെച്ചേക്കാന്ന് വിചാരിച്ച്. അപ്പോഴാണ് ചേട്ടൻ പോണത്. ചേട്ടനോടൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് നിർത്തി. ചേട്ടാ, ഈ ബൈക്ക് സ്റ്റാൻഡ് കിടക്കുന്ന സ്ഥലം ഇവിടെ അറിയുമെന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ ആളൊന്നും മിണ്ടില്ല. ചേട്ടാ, ഈ ബൈക്ക് സ്റ്റാൻഡ് കിടക്കുന്ന സ്ഥലം അതിന് നിന്റെ പോലുള്ള പാവപ്പെട്ടവർക്ക് പറ്റിയതല്ല. നീ ഒന്നും അതിൽ പങ്കെടുക്കാനേ വരരുത്. നിന്റെ ഈ കൊച്ചിയുടെ ബൈക്ക് കൊണ്ടൊന്നും നടക്കില്ല. നല്ലപോലെ ചേട്ടാ ചോദിച്ചേ. നീ ചോദിക്കണ്ട, എല്ലാം ഉണ്ടാക്കാൻ പോടാ. നിന്റെ 60cc സ്കൂട്ടർ ആയിട്ട് എന്തൊരു മനുഷ്യന്മാരാണ്. പൈസയുടെ പേര് വരെ കണക്ക് നോക്കണം. എന്ത് ചെയ്യാനാ. നമ്മളറിയുന്ന രീതിക്ക് കണ്ട് പോവന്നെ. ആൾക്കാർ ഇനിയുണ്ടാവും, അവരോട് ചോദിക്കാം. അങ്ങനെ പോയി നമ്മൾ പോയോണ്ടിരിക്കുന്നു. എനിക്ക് അത്യാവശ്യം ഡ്രൈവിംഗ് സ്കില്ലൊക്കെ ഉണ്ട്. അവർ പറയുന്നത് നല്ല കാറ്റഗറി എത്തിയ സ്കൂട്ടറൊന്നും വലിയൂല, അതുകൊണ്ടാണ്. കാരണം ഞങ്ങൾ പാവപ്പെട്ട നടത്തുന്നവർ പറയില്ല. പക്ഷെ ഈ നാട്ടുകാർ ഇവിടെ ഉള്ളവർക്ക് ഉള്ള അഹങ്കാരമാണ്, ഇവിടെ പണമുള്ളവർക്കുള്ള അഹങ്കാരമാണ്. എന്ത് ചെയ്യാനാ. ഇനിയിപ്പോൾ ആകെ വിശ്വാസമുള്ളതിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പ്രദീപ് പറഞ്ഞിട്ട്. അവൻ്റെ ബിൽഡിങ്ങാണ് സൈഡിൽ കണ്ടത്. അവൻ ഭയങ്കര കോടീശ്വരനാണ്. അവൻ്റെ ബിസിനസ്സൊക്കെ ഒരു കാർ കമ്പനി തന്നെ ഉണ്ട്. പിന്നെ അവനത് ഹയാബൂസ ബൈക്കുണ്ട്, ഹെലികോപ്റ്റർ ഉണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്. ഭയങ്കര പണക്കാരൻ്റെ ബോട്ട്. പ്രദീപ് എന്നാണ് പേര്. അങ്ങനെ അമ്മ ഈ ചേച്ചിനോട് പറഞ്ഞു. ചേച്ചി ഒന്നും മുണ്ടിയില്ല. ചേച്ചി പറഞ്ഞു അങ്ങോട്ട് പോയാൽ മതി. ചേച്ചിക്ക് അറിയുണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതായിട്ട് കളിക്കാനും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഇത് തന്നെ പറയുന്നു. എനിക്കൊന്നും കാട്ടാനും കൂടി ഇല്ല. പിന്നെ ആകെ വിശ്വാസമുള്ളത് എൻ്റെ കൂട്ടുകാരന് പ്രദീപിലാണ്. നോക്കി വെക്കാം, അവന് ചതിക്കൂലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഈ ചേട്ടനോട് ചോദിക്കാൻ മെയിൻ്റെ ഒന്നും ചെയ്തില്ല. എന്നാണ് മനുഷ്യന്മാരൊന്നും പൈസ ഈ ചേട്ടനോടൊന്നും ചോദിച്ചോ. ചേട്ടാ, ഇവിടെ ഈ ബൈക്ക് സ്റ്റാൻഡ് കിടക്കണം, അതിന് നീ ഒന്നും എടുക്കണം, അതിലൊക്കെ അത് നാശമാവും. നിന്നെ ഈ പാട്ട ബൈക്ക് കയറ്റിയോ. എന്ത് ചെയ്യാനാണ്. നല്ലപോലെ ചോദിക്കുമ്പോൾ ഒരു ജാതി വർത്താനാണ് അവർ പറയുന്നത്. മനസ്സ് തകർന്ന പോലെ രീതിക്കുള്ള വർത്താനം പറയുന്നത്. ചേട്ടാ, ഈ ബൈക്ക് സ്റ്റാൻഡ് ആകുന്ന സ്ഥലം ഈ നേരെയാണ്. ഓ, അയാൾക്കും പണത്തിൻ്റെ അഹങ്കാരമില്ലല്ലോ. ഞാൻ പ്രദീപിനൊന്ന് വിളിച്ചോട്ടെ. പ്രദീപിനെ വിളിച്ചപ്പോൾ ആള് പറഞ്ഞു 7000 അടിക്കാൻ പറഞ്ഞു. ഞാൻ മറന്നിട്ട് അടിച്ച നമ്പർ നോക്കിട്ടോ. 7000 അടിക്കാൻ പറഞ്ഞു. ചെക്കനിക്ക് ഒരുപാട് പണി ഉണ്ടാക്കി കൊടുക്കും. എന്റെ സ്കൂട്ടർ അവൻ എടുത്തോളൂ. 8000 അടിച്ചപ്പോൾ ഹെലികോപ്റ്റർ അവൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കൂട്ടറും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഹയാബൂസ എന്നോട് എടുത്തോന്ന് അവൻ പറഞ്ഞു. ഇത് തെറിപ്പിക്കാൻ പറ്റുന്ന നോക്കാൻ വേണ്ടി അതിമക്കൊരു വിസയിൽ കിട്ടുന്നതാണ്. തെറിപ്പിക്കാൻ പറ്റിയില്ല.
അതാണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു അവിടെ വെച്ച തന്നെ സ്കൂട്ടർ അങ്ങ് കൊണ്ടുപോകാന്ന് പറഞ്ഞ് അടിച്ച് അയാബൂസ് എടുത്തു. ആ സ്കൂട്ടർ അവനും കൊടുത്തിട്ടു. ഇനി അവൻ്റെ മേടിക്കണം ഈ അയാബൂസ് തിരിച്ചു കൊടുക്കുമ്പോൾ. അങ്ങനെ നമ്മളും മത്സരത്തിൽ കയറി. പിന്നെ കളിയാക്കിയ മുമ്പിലേക്കും തലയെടുത്താൻ പറ്റിയാണ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് എൻ്റെ ഹാർഡ് വർക്കിൻ്റെ കഷ്ടപ്പാടാണ്. അങ്ങനെ എൻ്റെ ഹാർഡ് വർക്കിൻ്റെ വിജയം സാധിക്കുമോ നോക്കാം. അയ്യോ കഷ്ടപ്പെട്ട അങ്ങനെ അതിമേലും കയറി ബ്രേക്ക് പിടിച്ച് അങ്ങനെ ബാക്ക് എടുത്തിട്ട് നേരെ പോയി. ഞാൻ ഉദ്ദേശിച്ചു ഈ പോയിന്ന് വിചാരിച്ചു. നമ്മളത് അയാബൂസയിൽ എയർ കണ്ടീഷണർ ഉണ്ട് കേട്ടോ, പക്ഷെ AC അല്ല. ഇതിന് മുകളിൽ ചാടുന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. മരിച്ചാൽ മരിച്ചു. പക്ഷെ അതിനാണ് ഞാൻ അയാബൂസ ബൈക്ക് പെട്ടെന്ന് തിരഞ്ഞെടുത്തത്. ഇതിൽ ജയിച്ചിട്ടാണ് റിവാർഡ് എന്താണെന്ന് അറിയില്ല. പൈസ ആയാൽ മതിയായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ എയർ കണ്ടീഷണർ ഓൺ ആക്കിയിട്ടുണ്ട്. എന്തായാലും ചെറുതായിട്ട് മുകളിൽ തോന്നുന്നു കേട്ടോ. വണ്ടിയുടെ ഇത് കാണാനില്ല. തല ചെറുതായിട്ട് പൊട്ടി. അത് കുഴപ്പമില്ല. എന്തായാലും നമ്മളതിന് വിന്നറായിട്ട് വളരെ സന്തോഷമുണ്ട്. ഞാൻ കളിയാക്കിയവർക്കുള്ള റിവെഞ്ച് നമ്മൾ കൊടുത്തിരിക്കും ഗൈസ്. കളിയാക്കിയവർക്കുള്ള റിവെഞ്ച് നമ്മൾ കൊടുത്തിരിക്കും. ഇപ്പം എന്താ സമ്മാനമായി കിട്ടുന്നതൊക്കെ വേണ്ടി ഷോറൂമിൽ ചെല്ലാൻ പറഞ്ഞു. എന്താണെന്ന് അറിയില്ല. ഷോറൂമിൽ ചെന്ന് നോക്കാം. അപ്പോൾ ഈ അയാബൂസ ഇവിടെ വെക്കട്ടോ. അയാബൂസ വെച്ചിട്ട് എന്താ ഷോറൂമിൻ്റെ ഉള്ളിൽ എടാ മോനെ ഇത് ഏതാ വണ്ടികൾ? ലംബോർഗിനി, ഫെറാറി, ഹമ്മർ, കോൺസങ്, ബുഗാട്ടി. എടാ മോനെ ഈ ബുഗാട്ടിയാണ് സമ്മാനം. അയ്യോ വിശ്വസിക്കാനേ പറ്റുന്നില്ല ഗൈസ്. എടാ മോനെ ബുഗാട്ടിയോ വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കി തന്നാൽ നമ്മൾ തൊടിക്കുന്നു. ഇതിന് പിന്നെ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ആള് പറഞ്ഞു ഇതൊരു സെക്കൻഡ് ഹാൻഡ് ബുഗാട്ടിയാണ്, അതുകൊണ്ട് കണ്ടീഷന് കുഴപ്പമാണ്, പക്ഷേ ഇത് ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കണം. ഇതിന് ഇൻഷുറൻസ് ഉണ്ട്. എന്തെങ്കിലും കേടുപാട് പറ്റിയാൽ തന്നെ നമ്മൾ റെഡിയാക്കി തരും. അന്ന് ഇൻഷുറൻസ് പാസ്സാവും പറഞ്ഞപ്പോൾ എനിക്കൊരു ധൈര്യം കയറി. മറ്റവരുടെ കണ്ട ഇടിക്കാനുള്ള ധൈര്യം കയറി. അങ്ങനെ അത് ഇവനാന്ന് വിചാരിച്ചിട്ട് ഇവനെ പോയി ഇടിക്കാൻ പോയതാ. പക്ഷെ മറ്റൊരാൾക്ക് പരിക്കില്ലാത്ത രീതിക്കാണ് ഇടിക്കുന്നത്. ബൈക്കുമ്മക്ക് പോയി ഇടിപ്പിച്ച് മറ്റൊരാൾക്ക് ഇറക്കിയിട്ട്. ശരി, ഓക്കെ ഗായ്സ്, ഇത്രയുള്ള വീഡിയോ.